മിക്ക സാറ്റർഡേസ് നമ്മൾ ജാനുവരി ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാറ്. ഈ സാറ്റർഡേ ശരിക്കും ഞങ്ങൾ പോകണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ. കാരണം ഇറങ്ങാൻ നേരത്ത് നല്ല മഴക്കാറും മഴയൊക്കെ, മഴ പക്ഷെ പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം പിന്നെ ഞങ്ങൾക്ക് കട്ട ബോറടിയായി. പിന്നെ രാത്രിയാണെന്ന് പോലും നോക്കാണ്ട് വരും ഞങ്ങൾ പുറത്തിറങ്ങി. നമ്മൾ പോയത് ആലപ്പുഴയിലുള്ള അണ്ടർ വാട്ടർ എക്സ്പോ കാണാനാണ് കേട്ടോ. ചെന്ന വളാൻ ഈ ഒരു ഐറ്റമാണ് കണ്ടത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു റോബോട്ട് മോനാണ് കേട്ടോ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ജാനുട്ടിക്ക് ചെറുതായിട്ട് പേടി തോന്നിയിട്ട് കമ്പനിക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നതാണ്. ഞാൻ എപ്പോഴേ മുങ്ങി. അവസാനം പിന്നെ പപ്പയുടെ സഹായത്തോടെ അവൾ ആ റോബോട്ടിനൊക്കെ ഒന്ന് തൊട്ടെ. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ കുട്ടി കുട്ടി റോബോട്ടുകൾ ഒരുപാടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഇതിൽ കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ടിക്കറ്റ് ചാർജ് വന്നിട്ട് 130 റുപ്പീസാണ് കേട്ടോ. അത്രക്കൊന്നും വേണ്ടായിരുന്നു എനിക്ക് തോന്നിപ്പോയി. ഒരു 100 റുപ്പീസ് ഒക്കെ മതിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല കേസ്. ജാനുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതൊക്കെ കണ്ടിട്ട്. പിന്നെ ഫിഷിനെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് മത്സ്യകന്യകനെ കാണാനായിട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള 2 മെർമെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ കുട്ടികളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ എത്ര സമയമാണ് കേസ് ഈ വെള്ളത്തിൽ കിടക്കുന്ന പറഞ്ഞാൽ മേക്കപ്പ് ഒന്നും പോയിട്ടേ ഇല്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് മേക്കപ്പ് ലുക്ക് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. കാണാൻ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. പിന്നെ അങ്ങോട്ട് ഫുൾ സ്റ്റോളുകളായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഒരു പെർഫ്യൂം വാങ്ങി. ഈ ഒരു രാജസ്ഥാനി അച്ചാർ കട കണ്ടു കേട്ടോ. ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിയൊന്നും ഇല്ല. നിങ്ങൾ ഈ അച്ചാർ വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ. അങ്ങനെ ഗൈസ് എല്ലാം കണ്ടിറങ്ങി അപ്പോഴത്തേക്കും ഏകദേശം ഒരു 9:30-10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ പാരീസ് കഫേയിൽ കയറിയിട്ട് ഫുഡെല്ലാം വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു.